എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും അല്ലേ. ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓണവിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, സമയമില്ലാത്തവർ കാണണ്ട കേട്ടോ. രാവിലെ തന്നെ ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ സദ്യയൊക്കെ ആയി കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം പായസം മാത്രം ബാക്കി പിന്നെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോയതിന് ശേഷമുള്ള കുറച്ച് ഫോട്ടോസുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. വിനോദിൻ്റെ അമ്മയും കുട്ടികളും എല്ലാവരും കൂടിയാണ് അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ ചെന്നിട്ടുള്ള വീഡിയോസൊന്നുമില്ല, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. ആൾക്കാരുള്ള സമയത്ത് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഒരു എന്തോ പോലെയാണ്. പിന്നെ അമ്പലത്തിൻ്റെ അകത്താകുമ്പോൾ തീരെ വീഡിയോ എടുക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോയി വന്ന് ഓണത്തിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ ഒരു 11 മണി 11:30 ആകുമ്പോൾ ഊണ് കഴിക്കും കേട്ടോ. എല്ലാ ദിവസത്തേക്കാളും നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കും. അപ്പോൾ വന്നപ്പോൾ തന്നെ പായസമൊക്കെ ഉണ്ടാക്കി, പപ്പടം വറുത്തു. അപ്പോൾ സദ്യ എല്ലാ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ, അവിയൽ, അതുപോലെ പായസം, വെള്ളക്കറി, മസാലക്കറി, കുത്തലിശ്ശേരി, ഇഞ്ചിക്കറി, കാളൻ, മോരുകറി, അങ്ങനെയുള്ള കറികളൊക്കെ ആയിരുന്നു നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുത്തലിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കുത്തലിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ ഓണം, വിഷു ഇങ്ങനെയുള്ള എന്ത് ഇതുണ്ടെങ്കിലും പിറന്നാളൊക്കെ വരുമ്പോൾ അപ്പം അമ്മനെ കൊണ്ട് ഞാൻ കുത്തലിശ്ശേരി ഉണ്ടാക്കും. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കുത്തലിശ്ശേരി. നല്ല ടേസ്റ്റാണ് അത് കൂട്ടി കഴിക്കാൻ വേണ്ടി. പിന്നെ ഉപ്പേരിയും ശർക്കര വരട്ടിയും ഇത് നമ്മൾ മേടിച്ചതായിരുന്നു കേട്ടോ, നമ്മൾ വറുത്തതല്ല, കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു. അങ്ങനെ പാലട പായസമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാതിരിക്കുകയാണ്. ഓണത്തിന് അന്ന് രാവിലെ തന്നെ അതുപോലെ തന്നെ കോഴി ഭയങ്കര കൂവലുന്നേ. ഉപ്പേരി അതുപോലെ ശർക്കര വരട്ടിയൊക്കെ കണ്ടപ്പോൾ ആമിക്കുട്ടി അതിലിരുന്ന് അത് കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലിരിക്കുന്നു. അപ്പോഴാണ് മൂപ്പര് പപ്പടം കണ്ടത്. പപ്പടം കണ്ടാൽ പിന്നെ വേറെ ഒന്നും നോക്കൂല, അതിരുന്ന് കഴിക്കലാണ് പരിപാടി. അപ്പോൾ എടുത്ത് കഴിക്കാനുള്ള എളുപ്പത്തിനാണെന്ന് തോന്നുന്നു. കണ്ടോ, അങ്ങനെ തന്നെ കടിച്ചിരുന്ന് കഴിക്കാം. പിന്നെ കുട്ടികളല്ലേ, എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ഇരുന്നു. പിന്നെ സദ്യ വിളമ്പിയതൊക്കെ ആദിമോനും കുട്ടികളെല്ലാവരും കൂടിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ സദ്യ കഴിച്ചത്. ഓണത്തിൻ്റെ അന്നും ഇതുപോലെ പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളൊക്കെ എല്ലാവരും കൂടി ഇരുന്നിട്ടായിരിക്കും. എല്ലാവരും കൂടിയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സന്തോഷം കൂടും അല്ലേ. അങ്ങനെയാണ് പണ്ടത്തെ ഓണമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം പണ്ട് പണിയൊന്നും എടുക്കേണ്ട, അമ്മ ഫുഡ് ഉണ്ടാക്കും. നമ്മൾ രാവിലെ തന്നെ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം എങ്ങനെ അമ്മ ഉണ്ടാക്കണം ഫുഡിൻ്റെ ഓരോന്നിൻ്റെ കറികളുടെ ടേസ്റ്റൊക്കെ നോക്കി ടി വിയും കണ്ടിരിക്കും. അന്നൊക്കെ സിനിമ കാണാനൊക്കെ ടി വിയിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ന്യൂസ് പേപ്പറിൽ ആദ്യം നോക്കും സിനിമകൾ ഏതൊക്കെയാണ്. പരസ്യമായാലും ഓണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പരസ്യമായിരിക്കും, എന്നാലും അതിരുന്ന് കാണും. ഏഷ്യാനെറ്റിൽ പരസ്യം വന്നാൽ സൂര്യ കാണും. ഇങ്ങനെ മാറി ഇരുന്ന് സിനിമ കാണുമായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ ടി വിയെ വെക്കാൻ തോന്നില്ല, സിനിമയും കാണാൻ തോന്നാറില്ല. ഇപ്പോൾ പിന്നെ പണിയെടുക്കല്ലേ, പണ്ടത്തെ ആലോചിക്കുമ്പോൾ തന്നെ കൊതിയാവും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓണവിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.